വേദത്തിൽ എവിടെയെങ്കിലും വിഗ്രഹാരാധനയ്ക്ക് ഉപോദ്ബലകങ്ങളായ വാക്യങ്ങളുണ്ടോ? നേദം യതിദം ഉപാസതേ ന തസ്യ പ്രതിമ അസ്തി തുടങ്ങിയ അനേകം വാക്യങ്ങളെ കൊണ്ട് വേദവും വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു എന്ന് മുജാഹിദ് ബാലുശ്ശേരി എന്ന ഇസ്ലാമിക പ്രഭാഷകന്റെ വാദം കേൾക്കാനിടയായി. ഇത് സത്യസന്ധമാണോ? മാത്രമല്ല, ഇദ്ദേഹം അമ്പലങ്ങൾ തോറും പ്രസംഗിക്കുകയും അവിടങ്ങളിലൊക്കെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു ചെയ്യും? ഇവിടെ വേദത്തിൽ ദേവതകളുടെ നാമരൂപ വർണ്ണനകളുണ്ട്. ധാരാളം മന്ത്രങ്ങളിൽ നാമരൂപ വർണ്ണനകൾ. പിന്നീട് വേദത്തിന്റെ വിശദീകരണങ്ങളായ ഇതിഹാസ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ വേദത്തിന്റെ പ്രയോഗങ്ങളായ തന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ സഗുണസാകാരമായ ഉപാസനകൾ ധാരാളമായി വർണ്ണിക്കപ്പെട്ടു. അങ്ങനെയാണ് ക്ഷേത്രങ്ങളും മറ്റും സ്ഥാപിതമാകുന്നത്. വേദം, വൈദിക ശാസ്ത്രങ്ങൾ ഇവ നമുക്ക് പ്രമാണങ്ങളാണ്. കേവലം വേദമല്ല നമ്മുടെ അടിസ്ഥാനം, വേദമാണ് ധർമ്മമൂലം. പക്ഷേ വേദത്തിൻ്റെ വിശദീകരണങ്ങളായി ഇതിഹാസ പുരാണങ്ങളും വേദത്തിൽ തന്നെ പറഞ്ഞ ആശയങ്ങളുടെ ആചരണപക്ഷത്തിലേക്കുള്ള തന്ത്രഗ്രന്ഥങ്ങളും എല്ലാം സമാജം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രമാണങ്ങളാണ്. അവിടെയാണ് ക്ഷേത്രങ്ങളും വിഗ്രഹോപാസനയും എല്ലാം വന്നു ചേരുന്നത്. എത്ര കാലമായി ക്ഷേത്രങ്ങൾ സ്ഥാപിതമായിട്ട് നമുക്കറിയില്ല, പറയാൻ വയ്യ. പക്ഷെ ഒന്ന് പറയാം, ഇതിഹാസങ്ങളിൽ പ്രഥമമായ വാൽമീകീയ രാമായണത്തിൽ ക്ഷേത്രങ്ങളുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന് കേട്ട കൗസല്യ മാതാവ് സന്തോഷം കൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പല അലങ്കരണങ്ങളും പൂജകളും ഏർപ്പാട് ചെയ്തു. പല സന്ദർഭങ്ങളിലും വിപരീത നിമിത്തങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ ഇളകി എന്നൊക്കെ പറയുന്നു. മഹാഭാരതത്തിൽ അനേക ക്ഷേത്രങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്, പുരാണങ്ങളിലും. ഇതൊക്കെ വളരെ പ്രാചീനങ്ങളാണ്. എത്ര കാലമായി ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ പ്രാചീനമാണെന്ന് മാത്രം പറയാൻ സാധിക്കും. പിന്നെ നേദം യതിദം ഉപാസതേ എന്നുള്ള മന്ത്രം, അത് ക്ഷേത്ര സംബന്ധിയായും മറ്റും പറയേണ്ടുന്നതല്ല. ആത്മാവ് തന്നെ ബ്രഹ്മം, ആത്മാവ് തന്നെയാകുന്ന ബ്രഹ്മം എന്ന ആത്മബ്രഹ്മൈക്യമാകുന്ന പരമതത്വത്തെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ യദ്വാചാ അനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ, യാതൊന്നിനെ കൊണ്ട് വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ. ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ലെന്നറിയൂ. ഇതുപോലെ എൻ മനസാന മനുതേ
യേനാഹുർമനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതമുപാസതേ. യാതൊന്ന് മനസ്സിനാൽ മനസ്സിലാക്കപ്പെടുന്നില്ലയോ, യാതൊന്നിനെ കൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ. ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നത് ഒന്നും ബ്രഹ്മമല്ല. ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നത് ദേവതയല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ദേവതയാണ്. ദേവതയും ബ്രഹ്മവും ഒക്കെ ഭിന്നമാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപാസിക്കുന്നത് ബ്രഹ്മത്തെ അല്ല. ബ്രഹ്മത്തെ ഉപാസിക്കാൻ കഴിയില്ല. ബ്രഹ്മം ആത്യന്തിക സത്യമാണ്, ഉണ്മയാണ്, ദേവതകളെയാണ്. ക്ഷേത്രങ്ങളിലൂടെ ഉപാസിക്കുന്നത് ദേവതകളെയാണ്. ദേവതയെന്ന് പറഞ്ഞാൽ പോലെ ദേവതകളെ തന്നെ പറയണം. വ്യത്യസ്ത ഗുണഘടനകളോടുകൂടിയ സാത്വിക, രാജസിക, താമസിക ഭേദങ്ങളോടുകൂടിയ ദേവതകളെ. സകല ദേവതകളിലൂടെയും ഈശ്വരൻ ലക്ഷീകരിക്കപ്പെടുകയാണ്. ലക്ഷീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അസ്ഥാനത്തിൽ അപ്രകരണത്തിലുള്ള മന്ത്രങ്ങളെ എടുത്തുദ്ധരിച്ച് ഒരു ധർമ്മവ്യവസ്ഥയെയോ ശാസ്ത്രത്തെയോ ആചാരരീതികളെയോ നിന്ദിക്കാൻ പരിശ്രമിക്കുന്നവർ കേവലം ബാലിശമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അഥവാ ഈ മന്ത്രങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ ആത്മാവ് തന്നെയാകുന്നു പരമസത്യം എന്നുള്ള സിദ്ധാന്തത്തെ അദ്ദേഹം അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകത്തെ സൃഷ്ടിച്ച് അന്ത്യനാളിൽ പ്രതിഫലം കൊടുക്കുന്ന, സ്വർഗനരകാദി ഫലം കൊടുക്കുന്ന ദൈവം വേറെ തന്നെയാണ്. ആത്മാവ് ബ്രഹ്മം എന്നുള്ളത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പൊ തനിക്ക് അംഗീകാരമില്ലാത്ത വാക്യങ്ങളെ താൻ ഉദ്ധരിച്ച് ശാസ്ത്രബോധമില്ലാത്തവരുടെ മുമ്പിൽ പ്രസംഗിച്ച് വളച്ചൊടിക്കുന്നത് മൗഢ്യമാണ്, ബാലിശമാണ്. അതുകൊണ്ട് വേണ്ടത് ഇത്തരം വാക്യങ്ങൾ ഉപാസനാഭാവത്തിൽ പഠിക്കുകയും വിദ്വാൻമാരോട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാതെ ഇവിടുന്ന് കുറച്ച് സംസ്കൃതം പുസ്തകങ്ങൾ നോക്കി വിമർശിക്കാൻ വേണ്ടി പഠിച്ച് വിമർശിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയല്ല. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാദങ്ങളെ പറഞ്ഞിട്ട് പലപ്പോഴും ഹിന്ദു സമൂഹത്തെ ഒരു ഡിഫൻസീവ് മൂഡിലേക്കാക്കി മാറ്റുക. ഡിഫൻസ് ചെയ്യേണ്ട ഒരു കർത്തവ്യം ഹിന്ദുവിന് വരിക. എന്നിട്ട് പ്രവചനങ്ങളിൽ, സ്നേഹ സംവാദങ്ങളിലൊക്കെ ഹിന്ദു എപ്പോഴും ഡിഫൻസിലായിരിക്കും. മാറണം. അതേടോ ഇങ്ങനെ തന്നെയാണ്. അതൊക്കെ വിട്ടേക്ക്. ദൈവമല്ലേ, ദൈവം എന്തോ ആയിക്കോട്ടെ, ദൈവത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം, അവിടെ ഇരിക്കട്ടെ. ഈ ലോകത്തെ ഒന്ന് നോക്ക്. ഈ ലോകത്തിൽ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് നീ രക്തപ്പുഴ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? സ്വർഗവും ദൈവമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനെപ്പറ്റി ഞാൻ ഏറെ വ്യാകുലനല്ല. പിന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങളെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വാക്യങ്ങളെ മുഴുവൻ അംഗീകരിക്കണം. വേദത്തെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വേദത്തെ മുഴുവൻ അംഗീകരിക്കണം. അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത്യാദി ഉദ്ധരിക്കാൻ പാടില്ല. അപ്പൊ വേദത്തിൽ പറഞ്ഞ ജീവിത വീക്ഷണത്തെയും ക്രമത്തെയും നീ അംഗീകരിക്കുന്നുവോ? ചോദ്യം 1. ഇല്ല. പിന്നെ അതിനെ നീ ഉദ്ധരിച്ചു. രണ്ട്, ഇവിടെ ഹൈന്ദവ ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കണത് അവിടെ നിൽക്കട്ടെ. കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഋഷിമാരുണ്ട്. നിനക്കൊരു പുസ്തകമല്ലേ ഉള്ളൂ, ഒരു പരമാചാര്യനല്ലേ ഉള്ളൂ. അവിടെ നിങ്ങളിടയ്ക്ക് തന്നെയുള്ള കലഹാദ്യം ഒന്ന് തീർക്ക്. അവനെ ഡിഫൻസിലാക്കുക. അതാ വേണ്ടത്. എന്നിട്ട് പറയുന്നു മുജാഹിദും സുന്നിയുള്ള കലഹം, സുന്നിയുള്ള കലഹം. ഇങ്ങനെ എത്ര കലഹങ്ങൾ. ഒരു ഗ്രന്ഥം, ഒരാചാര്യൻ ഇതിനെ മുൻനിർത്തുന്ന നിന്റെയൊക്കെ ഇത്ര കലഹമാണ്. അതാദ്യം തീർക്ക്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു തരൂ. അപ്പൊ അതുകൊണ്ട്
വിമർശിക്കാനും നിന്ദിക്കാനും അല്ല നമ്മൾ മെനക്കെടേണ്ടത്. വിമർശിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ മറ്റേയാൾക്ക് 10 ഇരട്ടി സാധിക്കുമെന്നറിയണം. അത് നമ്മുടെ സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കുകയാണ്. ഏത് കാലത്ത്, ഏത് ദേശത്ത്, ഏത് ആചാര്യൻ പറഞ്ഞതിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാവും. മനുഷ്യന്റെ നന്മയ്ക്കായ ശാസ്ത്രം മനുഷ്യനിലൂടെ ആവിഷ്കൃതമായതാണ്. ദൈവം ഒരു ശാസ്ത്രവും ഇറക്കി തന്നിട്ടില്ല മനുഷ്യന് വേണ്ടി അല്ലാതെ, മനുഷ്യനിലൂടെ അല്ലാതെ. അതുകൊണ്ട് അതത് ദേശകാല സവിശേഷതകൾക്കപ്പുറത്തുള്ള സനാതന സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് പറയുക. അതാണ് അതിനുള്ള മറുപടി. ഏതായാലും നേതമീതിതം ഉപാസതയെ തുടങ്ങിയ വാക്യങ്ങൾ അപ്രകരണത്തിലും അസ്ഥാനത്തിലും ഉദ്ധരിക്കുന്നത് നിർത്താൻ പറയുക. അല്ല, ഇതിനെ നീ മാനിക്കുന്നുവെങ്കിൽ ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്നുള്ള സിദ്ധാന്തത്തെ നീ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുക. സ്വീകരിക്കില്ലെങ്കിൽ എന്തിനു നീ ഉദ്ധരിച്ചു? ഇത് ദേവതയെ പറയുന്ന ഭാഗമല്ല, ഉപാസ്യത്തെ പറയുന്ന ഭാഗമല്ല. ആത്മാവ് തന്നെ ബ്രഹ്മം എന്ന് പറയുന്ന ഭാഗമാണ്. അത് ഗ്രന്ഥം പഠിക്കുക, കേനോപനിഷത്ത്. അതുപോലെ നതസ്യ പ്രതിമാസ്തി, ഈശ്വരന് രൂപമില്ല, നാമമില്ല, ഗുണമില്ല. അശബ്ദം അസ്പർശം അരൂപമവ്യയം തഥാരസം നിത്യം അഗന്ധവച്ചയം എന്ന് ഉദ്ഘോഷിച്ചതാണ് വേദം. ഈശ്വരനല്ല പ്രതിമ. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോയിക്കൊള്ളൂ, ഒക്കെ വ്യത്യസ്ത ദേവതകൾക്കാണ്. ശിവന്, വിഷ്ണുവിന്, വിഷ്ണുവിന്റെ തന്നെ പ്രത്യേക ഭാവങ്ങൾക്ക്, ശിവന്റെ പ്രത്യേക ഭാവങ്ങൾക്ക്, ദേവിയുടെ പ്രത്യേക ഭാവങ്ങൾക്ക് എല്ലാം ദേവതകളാണ്, എല്ലാം ദൈവങ്ങളാണ്. ദേവതാ സങ്കല്പവും ഈശ്വര തത്വവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പഠിക്കണം. സാത്വിക, രാജസിക, താമസിക ഗുണഭേദങ്ങളോടുകൂടി സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങളോട് ചേർത്ത് നമ്മൾ ദേവതകളെ കാണുന്നു. ഇതിനെല്ലാം ഉപരിയാണ് കേവലമായ സത്യം. അതിന് വിഗ്രഹവും ഇല്ല, നാമവും ഇല്ല, രൂപവും ഇല്ല. ഇനി നതസ്യ പ്രതിമാസ്തി എന്നുള്ള വാക്യത്തെ താൻ ആദരിക്കുന്നെങ്കിൽ എന്തിലൂടെ പ്രതീതി ഉണ്ടാകുന്നുവോ അത് പ്രതിമ എന്ന ന്യായം സ്വീകരിച്ചാൽ നാമവും പ്രതിമ തന്നെയാണ്. നാമപ്രതിമ, നാമവിഗ്രഹം. പിന്നെ നീ എങ്ങനെ ഈശ്വരന് നാമങ്ങളെ പറയുന്നു? നാമമല്ല, നാമങ്ങളെ പറയുന്നു. അല്ലാഹു എന്ന് പറയുമ്പോൾ ഒരർത്ഥമാണ്, റബ്ബ് എന്ന് പറയുമ്പോൾ വേറൊരർത്ഥമാണ്, റഹീം എന്ന് പറയുമ്പോൾ വേറൊരർത്ഥമാണ്, കബീർ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ്. അപ്പൊ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള നാമങ്ങൾ എവിടുന്ന് വരുന്നു? ഓരോ നാമവും ദ്യോതിപ്പിക്കുന്ന അർത്ഥഭേദം നമ്മളതിനെ ആദരിക്കുന്നു, അനാദരിക്കുകയല്ല. പക്ഷെ ഇത് സ്വയം വെച്ചുകൊണ്ട് വിഗ്രഹോപാസനയെ മറ്റു നിന്ദിക്കുന്നത് മൗഢ്യമാണ്. 2, ലോകത്തെല്ലാ പ്രദേശത്തുമുള്ളവര് നമസ്കരിക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തെ കേന്ദ്രീകരിക്കുന്നു. ആ ദേവാലയത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ട് മാനിക്കുന്നു. അവിടെ പോകുമ്പോൾ യജ്ഞ നിർവഹണത്തിന് വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, ശിലയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു, തീർത്ഥജലം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു. ഇതൊക്കെ എന്താ? ഇതൊക്കെ വിഗ്രഹോപാസനയല്ല. ജപൻ എന്താ അതൊക്കെ? അതുകൊണ്ട് ഡിഫൻസിലാവാതെ അവനെ ഡിഫൻസിലാക്കാൻ പഠിക്കും. അത് ശ്രദ്ധിക്കുക.